മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വൻ തിരിച്ചടി. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളി. ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നായിരുന്നു ഹർജിയിലെ വാദം. ഇതോടെ റാണയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കും. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും റാണ US സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ US സുപ്രീം കോടതി ഹർജി തള്ളി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഏപ്രിൽ 4-ാം തീയതിയാണ് US സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം അത് അംഗീകരിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി കോടതി അറിയിക്കുകയും ചെയ്തു. അതിന്റെ സർക്കുലർ പുറത്തുവരികയും ചെയ്തു എന്നാണ് ഇപ്പോൾ നൽകാനാകുന്ന ഏറ്റവും പുതിയ വാർത്ത. ഈ സംഭവ വികാസമാണ് ഇത് സംബന്ധിച്ച് തഹാവൂർ റാണയുടെ എക്സ്ട്രഡിഷൻ, അതായത് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്, നാട് കടത്തുന്നതിന് ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വിവിധങ്ങളായ നിയമ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. സർക്യൂട്ട് കോർട്ടിലും അതുപോലെ തന്നെ കീഴ്ക്കോടതികളായ കൗണ്ടി കോടതികളിലെല്ലാം തന്നെ തുടർച്ചയായ നിയമ പോരാട്ടം അല്ലെങ്കിൽ നിയമപരമായ ഹർജികൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹർജികൾ നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. സ്വാഭാവികമായും എല്ലാ ഹർജികളും തള്ളപ്പെട്ടപ്പോൾ ഭരണഘടനാപരമായ ചില അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ നൽകിയ ഹർജിക്ക് തൊട്ടു മുമ്പ് നൽകിയ ഹർജിയും തള്ളപ്പെട്ടതിന് ശേഷമാണ് ഒരു ദയാഹർജിക്ക് സമാനമായ ഒരു എമർജൻസി പെറ്റീഷൻ അദ്ദേഹം നൽകുകയും ചെയ്തത്. ഈ എമർജൻസി പെറ്റീഷൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നൽകിയത്. ഈ എമർജൻസി പെറ്റീഷൻ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പരിഗണിച്ചതിന് ശേഷമാണ് വളരെ കൃത്യമായ നിലപാട് US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും ഈ നാടുകടത്തലിനെ തടയാനാവില്ല എന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിൽ വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു, ഈ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയെ ഭാരതത്തിന് കൈമാറുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരത്തിലൊരു നിർദ്ദേശം നിലനിൽക്കുമ്പോൾ, എക്സിക്യൂട്ടീവിന്റെ കൃത്യമായ അന്താരാഷ്ട്ര തലത്തിലൊരു നിർദ്ദേശം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കുറ്റവാളിയെ ഇനിയും അവിടെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ഭാഗമായി സംരക്ഷിക്കുന്നത് നിയമപരമായി തെറ്റാകുകയും നീതികേടാവുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് കൂടി സുപ്രീം കോടതി തങ്ങളുടെ വിധിയിൽ അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ സ്വഭാവത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അധികം വൈകാതെ തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനമായി, അതായത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് തന്നെ നാട് കടത്തുന്നത് എന്ന പേരിൽ തഹാവൂർ റാണ നൽകിയ അവസാനത്തെ ഹർജിയും തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തള്ളിയ സാഹചര്യം ഉണ്ടായ ആ പശ്ചാത്തലത്തിൽ തന്നെ അടിയന്തരമായി, അതായത് പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ NIA സംഘം അവിടെ എത്തുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അറ്റോർണി ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ഭാരതത്തിലെത്തും, ഭാരതത്തിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. ഇനി അമേരിക്കയിൽ ഒരു സംരക്ഷണം തഹാവൂർ റാണയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. രോഹിണി, ഐസൻ, അതോടൊപ്പം ഇത് നയതന്ത്രത്തിലെ ഒരു വിജയം എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ തഹാവൂർ റാണ ഭാരതത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭാരതത്തിന് എന്തെല്ലാം കാര്യങ്ങളിലാണ് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക? അതായത് ഇതിൻ്റെ ഗൂഢാലോചന, ഇതിൽ പങ്കാളികളായത്, ഇതിൽ പാകിസ്ഥാന്റെ പങ്ക്, ഇത്തരം നിർണായക ഘട്ടങ്ങളിലേക്ക് കൂടി ഭാരതത്തിന് തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഒരു കുറ്റാന്വേഷണത്തിന്റെ വശത്തിലും അതുപോലെ തന്നെ ഒരു നീതിന്യായ നടപടിയുടെ വശത്തിലും പരിശോധിക്കുമ്പോൾ രണ്ട് വശങ്ങളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല, നയതന്ത്ര തലത്തിൽ വൻ വിജയവുമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, കുറ്റാന്വേഷണ വേളയിൽ ഇയാളെ ഭാരതത്തിന് വിട്ടുകിട്ടി ഭാരതത്തിന്റേതായ നിരവധിയായ ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്. അതായത് ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളെ മാത്രം ബാധിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ മറ്റു രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു രാജ്യത്തിനുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യങ്ങളുടെ പരമാധികാരമാണ്. അത്തരത്തിൽ ഭാരതത്തിന്റെ കൈവശമുള്ള നിരവധിയായ തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ടാകും. ആ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ഇടപെടൽ സംബന്ധിച്ചും പാകിസ്ഥാനിലെ മറ്റ് ഭീകര സംഘടനകളുടെ ഇടപെടൽ സംബന്ധിച്ചും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ഈ ഭീകരാക്രമണം അല്ലെങ്കിൽ ഈ മുംബൈ ആക്രമണം നടത്തിയത്, അതിന്റെ അൾട്ടിമേറ്റ് ആയ ലക്ഷ്യം എന്തെന്ന് സംബന്ധിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കുമെന്ന ഒരു കുറ്റാന്വേഷണ തലത്തിലുള്ള ഒരു സംഭവമായിരിക്കും നടക്കുക. മറ്റൊരു സുപ്രധാന ഘടകം, ഭാരതത്തിൽ നടന്ന ഒരു കുറ്റത്തിനെ വിദേശിയായ അല്ലെങ്കിൽ കനേഡിയൻ പൗരനായ ഒരാളെ അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിച്ച് കൃത്യമായി വിചാരണ ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പുതിയ ചരിത്രമായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. കൃത്യമായും അതിലൊരു വിധി ഉണ്ടാകുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനെ വ്യക്തമായ ഒരു പ്രിസിഡൻസ് ആയി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഒരു അക്കാഡമിക്കായ ഒരു വിധിയായി അത് മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റ് ഏറ്റവും സുപ്രധാന വിഷയം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ വിരുദ്ധ സഖ്യത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതം
ഭാരതം ആർജിക്കുന്ന ഏറ്റവും മികച്ച നയതന്ത്ര നേട്ടം കൂടിയാണിത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ ഈ ആവശ്യം അമേരിക്ക കൃത്യമായി പരിഗണിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവിടെ എത്തിയ സാഹചര്യത്തിൽ അമേരിക്കയിലെ സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ സംയുക്ത പ്രസ്താവനയിൽ ഇയാളെ ഭാരതത്തിന് കൈമാറും, ഭാരതത്തിൽ അയാൾ വിചാരണ നേരിടണമെന്ന് കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്, അതായത് ആഗോളതലത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തി അവരെ രക്ഷിക്കാനുള്ള ശ്രമം ഏതെങ്കിലും രാജ്യം നടത്തുകയാണെങ്കിൽ അത് സാധ്യമല്ലാത്ത, അതിനെ വഴങ്ങാത്ത ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും അവരെ തിരിച്ചു കൊണ്ടുവരും. അതിനെ നയതന്ത്ര തലത്തിൽ ഏതറ്റം വരെയും പോകുന്ന ഇടപെടൽ ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നയതന്ത്ര തലത്തിലെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, നേരത്തെ രോഹിത് സൂചിപ്പിച്ചതുപോലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ പ്രഥമമായ ഒരു ഘടകം, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്ര രചനയായി മാറാവുന്ന ഒരു വിധിന്യായം, അതിനു പുറമെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദ വിരുദ്ധ സഖ്യം, G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലൊക്കെ G20 രാഷ്ട്രങ്ങളിലും ഏത് വിദേശ സന്ദർശനത്തിലും ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകര വിരുദ്ധ സഖ്യത്തിന്റെ നെടുനായകത്വം വഹിക്കാനുള്ളൊരു നീക്കം ഭാരതം നടത്തുന്നു. അതിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് തീർച്ചയായും നയതന്ത്ര തലത്തിലും നീതിന്യായ വ്യവസ്ഥയുടെ തലത്തിലും കുറ്റാന്വേഷണ തലത്തിലും വലിയ നേട്ടങ്ങൾ തന്നെയാണ് തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിക്കുന്നത്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. NIA ഇയാളെ അധികം വൈകാതെ ഭാരതത്തിൽ എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിചാരണ നടത്തുന്നതെല്ലാം തന്നെ അതീവ സുരക്ഷിത സംവിധാനങ്ങളിലായിരിക്കും. ഒരു പക്ഷേ ഇയാളെ വളരെ രഹസ്യമായി വിചാരണ ചെയ്യാനുള്ള സാധ്യത, അത്തരത്തിലല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യലായ വിചാരണ നടപടികൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത, അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടി കൃത്യമായും നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു വിധിന്യായമായി മാറാവുന്ന സുപ്രധാനമായ ഒരു വിഷയമായിരിക്കും ഇയാളുടെ വിചാരണ എന്ന കാര്യത്തിലും തർക്കമില്ല.